ഇപ്പോൾ മാർച്ച് മാസത്തിൻ്റെ അവസാനം പരീക്ഷാകാലമാണ്. കുട്ടികൾ അവരുടെ പരീക്ഷകൾ വളരെ ഗൗരവത്തോടെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഈ സമയത്താണ് നമ്മുടെ നാട്ടിലെ മാവുകളെല്ലാം പൂത്ത് കാച്ച് നിറമണിഞ്ഞു നിൽക്കുന്ന കാഴ്ചയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എൻ്റെ രാവിലത്തെയും വൈകുന്നേരത്തെയും നടത്തത്തിനിടയിൽ ഞാൻ നേച്ചർ വാച്ചിങ് നടത്താറ് പതിവാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ നടന്നു പോകുന്ന റോഡിനരികിലായിട്ട് ഒരു പബ്ലിക് പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കുന്ന സ്ഥലം. അവിടെ നിറച്ച് മാവുകളുണ്ട്. ആ മാവിൽ നിറച്ച് മാങ്ങകളുണ്ട്. പഴുക്കാറായ നല്ല മുതുക്കൻ മാങ്ങകൾ ഉണ്ട്. ഞാനിങ്ങനെ നടക്കുവാനായി പോകുമ്പോൾ ഈ മാങ്ങകൾ പറിക്കുവാനായി പലപ്പോഴും പല സ്ത്രീകളും അവരുടെ കുട്ടികളെ കൂട്ടി അവിടെ എത്താറുണ്ട്. ഞാൻ അവരെ വീക്ഷിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അവരുടെ ശരീരഭാഷ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഇത് എനിക്കർഹമല്ലാത്തതാണ് ഞാൻ എടുക്കുന്നത് എന്നുള്ള അവരുടെ ഉള്ളിലെ തോന്നൽ വ്യക്തമാകുന്നുണ്ട് അവരുടെ ശരീരഭാഷയിലൂടെ. ഇവരെ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് ഇവർ നിർത്തിയിരിക്കുന്നത് ടീനേജിലോ അല്ലെങ്കിൽ അതിന് താഴെയോ ഉള്ള അവരുടെ കുട്ടികളെയാണ്. നമ്മൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പാഠം എന്താണ്? നമ്മളുടേതല്ലാത്തത് നമ്മൾ എടുക്കുവാൻ പാടില്ല. അത് നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണ്, ഡിസിപ്ലിൻ്റെ ഭാഗമാണ്, സത്യസന്ധതയുടെ ഭാഗമാണ്. ഈ അമ്മമാരും കുട്ടികളെ ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടാകും. പക്ഷേ അവരുടെ പ്രവൃത്തിയോ, പല കുട്ടികളും ഞാനത് വീക്ഷിക്കുന്നുണ്ട് എന്ന് മനസ്സിലാകുമ്പോൾ അവർ തിരിഞ്ഞു നിൽക്കും. ഞാൻ ഈ അമ്മയോടൊപ്പം വന്നതൊന്നുമല്ല, ഞാൻ വഴിയെ പോയപ്പോൾ ഒന്ന് ഇവിടെ കയറിയത് മാത്രമാണ് എന്നുള്ള മട്ട്. നമ്മുടെ വാക്കുകളേക്കാൾ പ്രധാനം നമ്മുടെ പ്രവൃത്തികളാണ്. അതുകൊണ്ട് ഓരോ പാരൻസും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന ഉപദേശങ്ങൾക്കൊപ്പം തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളുടെ ജീവിതത്തിലും അത് പ്രാവർത്തികമാക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് ആവശ്യമാണ്.